എന്നാണ് ഡോക്ടറെ എനിക്കൊന്ന് ഐസ്ക്രീം കഴിക്കാൻ പറ്റുക? അതേപോലെ തണുത്ത എന്തെങ്കിലും ജ്യൂസുകളോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ? അതേപോലെ തന്നെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ബൈക്കിലൊന്ന് കറങ്ങി നടക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പറ്റുന്നില്ല. പോയി വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ പനിയായി, തൊണ്ടവേദനയായി, കഫക്കെട്ടായി ഇത്തരം ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. ഇങ്ങനെയാണ് ഒരു കുട്ടീനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. ഈ കുട്ടീനെ നമ്മൾ പരിശോധിച്ചപ്പോൾ ഈ കുട്ടിക്ക് വ്യക്തമായി ടോൺസിലിൻ്റെ വലുതാവലുണ്ടായിരുന്നു. നമ്മുടെ ടോൺസിൽ നന്നായിട്ട് വലുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്റ്റഡ് ആവുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇതും നമ്മുടെ അഡിനോയിഡിൻ്റെ ഗ്രന്ഥിയുടെ വളർച്ച ഉണ്ടാക്കുന്ന അതേ ലക്ഷണങ്ങൾ ടോൺസിലിൻ്റെ വളർച്ചയ്ക്കും കാണാറുണ്ട്. രാത്രി കുറുക്കം വലിക്കുക, അതുപോലെ പിന്നെ ഉറക്കം, പിന്നെ എണീറ്റിരിക്കുക, വായ്നാറ്റം ഉണ്ടാവുക, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചുമയും പനിയും കഫക്കെട്ടൊക്കെ വരിക, തൊണ്ടവേദന ശക്തമായിട്ട് വരിക, ഇതെല്ലാം ടോൺസിലിൻ്റെ ബുദ്ധിമുട്ടുകളുള്ള കുട്ടികൾക്കും വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അഡിനോയിഡ് മാത്രമല്ല ടോൺസിലിൻ്റെ പ്രശ്നങ്ങളുണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ടതാണ്. ഇത് നമ്മുടെ ഈ കുട്ടീനെ പരിശോധിച്ചപ്പോൾ ഈ കുട്ടിക്ക് വായുടെ ഉള്ളിലിങ്ങനെ ഫുള്ളായിട്ട് വളർന്നിട്ട് 2 ടോൺസിലും കൂടി തമ്മിൽ ഇങ്ങനെ മുട്ടിയിട്ട് വലിയ രൂപത്തിൽ വായൻ്റെ ഉള്ളിലേക്ക് കാണാത്തൊരു അത്രയും വലിപ്പത്തിലുണ്ടായിരുന്നു. ഈ കുട്ടികൾക്ക് നമുക്ക് വ്യക്തമായി ചികിത്സിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വലിപ്പം കുറച്ചെടുക്കാനും ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇത്തരം ഇൻഫെക്ഷൻസ് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാനും സാധിക്കും.